വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 3, 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. സ്നാപകന്റെ ദൗത്യം. ഇതിനുശേഷം യേശുവും ശിഷ്യന്മാരും യൂദയ ദേശത്തേക്ക് പോയി. അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി. സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളമുണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു. ആളുകൾ അവന്റെ അടുത്തു വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു. യോഹന്നാൻ ഇനിയും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല. അവന്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായി. അവർ യോഹന്നാനെ സമീപിച്ച് പറഞ്ഞു, ഗുരു, ജോർദാന്റെ അക്കരെ നിന്നോട് കൂടെയായിരുന്നവൻ നീ ആരെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയോ? അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു. എല്ലാവരും അവന്റെ അടുത്തേക്ക് പോവുകയാണ്. യോഹന്നാൻ പ്രതിവചിച്ചു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ ക്രിസ്തുവല്ല, പ്രത്യുത അവനു മുൻപേ അയക്കപ്പെട്ടവനാണ് എന്നു ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണ്. മണവാട്ടിയുള്ളവനാണ് മണവാളൻ. അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ എന്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ജീവിതത്തിൽ അനുവർത്തിക്കാവുന്ന സവിശേഷമായൊരു മാതൃക. നമ്മെ സംബന്ധിച്ച് പ്രായോഗിക ജീവിതത്തിൽ അനുവർത്തിക്കാവുന്ന സവിശേഷമായ ഒരു മാതൃക നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ എന്ന് ധരിക്കുന്നതിൽ തെറ്റില്ല. ചരിത്രപ്രസിദ്ധമായ യോഹന്നാൻ നദീതടത്തിൽ ആ നാട്ടുകാർക്കും നാടിനും സുപരിചിതനായ യോഹന്നാൻ മാംദാനയും അടുത്ത കാലത്ത് ജനങ്ങളോട് ഇടപഴകാൻ തുടങ്ങിയ നസ്രത്തുകാരൻ യേശുവും ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രഭാഷണങ്ങൾ നടത്തുകയാണ്. രണ്ടുപേരെയും ശ്രവിക്കുന്നതിനു വേണ്ടി ധാരാളം ആളുകൾ നദീതടത്തിൽ ഒന്നിച്ചുകൂടിയിരിക്കുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും യോഹന്നാന്റെ തട്ടകത്തിൽ നിന്ന് ശ്രോതാക്കളായിട്ടുള്ള ആളുകള് യേശുവിനെ ശ്രവിക്കുന്നതിനു വേണ്ടി ഉള്ള ഒരു ഒഴുക്ക് തുടങ്ങി. ആളുകൾ കൂടുതൽ യേശുവിലെ ആകർഷിക്കപ്പെട്ട് യേശുവിനെ ശ്രവിക്കാൻ വേണ്ടിയാണ് ആളുകൾ കൂടുതൽ വരാൻ തുടങ്ങിയത്. ഇത് സ്വാഭാവികമായിട്ട് യോഹന്നാന്റെ ശിഷ്യന്മാർക്കും അനുയായികൾക്കും രസിച്ചില്ല. അവർ വീട് കിട്ടിയ ഒരു ചെറിയ പ്രശ്നം അത് ഊരി വീർപ്പിച്ച് വലിയ ഒരു പരാതി എന്ന നിലയിൽ യോഹന്നാന്റെ പക്കലേക്ക് അത് എത്തിക്കുകയാണ്. അവർ തങ്ങളുടെ ഗുരുവായിട്ടുള്ള യോഹന്നാന്റെ പക്കൽ അവതരിപ്പിച്ച പരാതി ഇതാണ്: ഗുരു, അങ്ങയെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങ് ഞങ്ങളെ യഥാർത്ഥത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്കും അങ്ങയെ അറിയാം. ഇതാ അപ്പുറത്ത് നസ്രത്തിൽ നിന്നുള്ള യേശു എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തി പ്രഭാഷണം ആരംഭിച്ചിരിക്കുന്നു എന്ന് അങ്ങയ്ക്ക് അറിയാവുന്നതാണോ അല്ലയോ അറിഞ്ഞുകൂടാ. അങ്ങിൽ നിന്നാണ് അദ്ദേഹം സ്നാനം സ്വീകരിക്കുക പോലും ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അങ്ങയെ ശ്രവിക്കാൻ വേണ്ടി വന്നിരുന്ന ആളുകളിൽ പലരും ഇന്ന് യേശുവിനെ ശ്രവിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഇത് ഇങ്ങനെ അനുവദിക്കാവുന്നതല്ല. ഇങ്ങനെയല്ല കാര്യങ്ങൾ നടക്കേണ്ടത്. അങ്ങ് ഇന്നും ഇന്നലെയും ഞങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയതല്ല. അതുകൊണ്ട് ഇതിനൊരു വിരാമം ഉണ്ടാക്കണം. അങ്ങ് വിചാരിച്ചാൽ അത് സാധിക്കും. അങ്ങ് വിചാരിച്ചാലേ സാധിക്കുള്ളൂ. ഈ രീതിയിലൊക്കെ ആയിരുന്നു ആ പരാതി. ആ പരാതി സശ്രദ്ധം ശ്രവിച്ചതിനു ശേഷം വളരെയേറെ പക്വതയോടും അതിലേറെ സംയമനത്തോടും കൂടെ യോഹന്നാൻ അവരോടായിട്ട് പറയുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ മുഖ്യ പ്രമേയം. യോഹന്നാൻ അവരെ അഭിസംബോധന ചെയ്ത് പറയുകയാണ്: മക്കളെ, എല്ലാ അധികാരവും ദൈവദത്തമാണ്. ഉന്നതത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ലഭിക്കാതെ
ഒരു അധികാരവും ആർക്കും ലഭിക്കുന്നില്ല. യേശു എന്ന് വിളിക്കപ്പെടുന്ന ആ നസ്രത്തുകാരൻ ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അധികാരം അവനിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ അധികാരി. ദൈവത്തിന്റെ അഭിഷിക്തനാണ് അദ്ദേഹം. അദ്ദേഹത്തെയാണ് നിങ്ങൾ ശ്രവിക്കേണ്ടത്. ദൈവം അഭിഷേകം ചെയ്ത് ലോകത്തിലുള്ള നിങ്ങളെയും സർവ്വജനങ്ങളെയും രക്ഷിക്കുന്നതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളവൻ അവനാണ്. അവനെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ജോലി മാത്രമേ എനിക്കായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ജോലി ചെയ്യാൻ അയക്കപ്പെട്ട ദാസനാണ് ഞാൻ. ആ ജോലിയാണ് ഞാൻ നിർവഹിച്ചു കൊണ്ടിരുന്നത്. ഇതാ ആ ജോലി അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളിൽ നിന്ന് തന്നെ കേൾക്കാൻ ഇടവന്നതിൽ ഞാൻ സന്തുഷ്ടനാണ്. എന്നെ ശ്രവിക്കാൻ വന്നിരുന്ന ജനങ്ങളിൽ അധികം പേരും അദ്ദേഹത്തെ ശ്രവിക്കാൻ വേണ്ടി പോകുന്നു എന്ന് കേൾക്കുന്നതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. അദ്ദേഹത്തെ ശ്രവിക്കാൻ വേണ്ടി ജനങ്ങളെ ഒരുക്കാൻ വേണ്ടി മാത്രം അയക്കപ്പെട്ടവനാണ് ഞാൻ. അദ്ദേഹമാണ് വലിയവൻ. ഞാൻ അദ്ദേഹത്തിന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും യോഗ്യനല്ല. അദ്ദേഹമാണ് വളരേണ്ടത്. ഞാൻ പുറകോട്ട് പോകേണ്ട സമയമായി എന്നുള്ള രീതിയിലാണ് യോഹന്നാൻ തന്റെ ശിഷ്യന്മാരോടായിട്ട് പറയുന്നത്. അധിക നാൾ കഴിയുന്നതിന് മുമ്പ് യോഹന്നാൻ രംഗത്തിൽ നിന്ന് പിന്മാറുകയും ചക്രവർത്തിയുടെ സ്വാർത്ഥ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും ശിരച്ഛേദനം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തത് നാം സുവിശേഷത്തിൽ നിന്ന് തുടർന്ന് വായിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള വ്യക്തിത്വത്തിന്റെ തനിമയാർന്ന ജീവിത സാക്ഷ്യം നമ്മുടെ ജീവിതത്തെ ഉത്തേജിപ്പിക്കുക തന്നെ വേണം. യോഹന്നാന്റെ ആ മനസ്ഥിതിയുടെ ആഴങ്ങളും പക്വതയും തനിമയുമാണ് നാം ഗ്രഹിച്ചെടുക്കേണ്ടത്. ആയിരിക്കുന്ന സ്ഥിതി യഥാർത്ഥത്തിൽ മനസ്സിലാക്കി, തന്റേതായിട്ടുള്ള ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കി, തന്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എവിടം വരെയാണ് എന്ന് മനസ്സിലാക്കി, ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ സംതൃപ്തി കാണിക്കാൻ സാധിക്കുന്ന മഹത്വമുള്ള ഒരു വ്യക്തി. ഇതാണ് യോഹന്നാൻ നമ്മുടെ മുമ്പിൽ ഈ സുവിശേഷത്തിലൂടെ പ്രത്യക്ഷപ്പെടുന്നത്. ഇങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടേതായിട്ടുള്ള ദൗത്യം എന്ത്, നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്വം എന്ത്, നമ്മുടേതായിട്ടുള്ള അധികാരം എന്ത്, ഞാൻ ആരാണ് എന്ന് യഥാർത്ഥത്തിൽ അതിന്റെ തനിമയോടുകൂടി മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ പല പ്രശ്നങ്ങളും കലുഷിതമാകാതെ, പല സംഘർഷങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാതെ വളരെ ശാന്തമായിട്ട് നീങ്ങാൻ നമുക്ക് ഇടവരുമായിരുന്നു. ഈ ഒരു യാഥാർത്ഥ്യമാണ് യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് എന്നുള്ളതായിരിക്കില്ലേ ഇന്നത്തെ സുവിശേഷത്തിന്റെ സന്ദേശം. ഇന്നത്തെ സുവിശേഷത്തിന്റെ